നമ്മുടെ മക്കൾ പുറത്തു പോയിട്ട് തിരിച്ചെത്താൻ വേണ്ടി അല്പം ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ടെൻഷനായിരിക്കും. 5 മണിക്ക് എത്തേണ്ട കുട്ടികൾ 6 മണിയും 7 മണിയായിട്ട് എത്തിയില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ വലിയ ടെൻഷനായിരിക്കും. കാരണം ആ മക്കളെ ഏതെങ്കിലും ജീവികൾ ആക്രമിച്ചോ, ഏതെങ്കിലും സിംഹമോ പുലിയോ ആക്രമിച്ചോ എന്ന ടെൻഷനല്ല നമുക്ക്, നമ്മളുടെ മക്കളെ ഈ നാട്ടിലുള്ള മനുഷ്യന്മാർ ആക്രമിച്ചോ എന്ന ടെൻഷനായിരിക്കും. ഏതെങ്കിലും ആളുകൾ എൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോയോ, ഏതെങ്കിലും ആളുകൾ എൻ്റെ പെൺകുട്ടിയെ പീഡിപ്പിച്ചോ എന്നുള്ള ടെൻഷനായിരിക്കും നമുക്ക്. നമ്മുടെ നാട്ടിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും മോശപ്പെട്ട ആളുകളല്ല. പക്ഷേ നമുക്കിടയിൽ ജീവിക്കുന്ന വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം അവർ ഇത്തരത്തിലുള്ള അക്രമകാരികളാണ്. അവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരാണ്. അവർ നമ്മുടെ പെൺമക്കളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ആളുകൾ നമ്മൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ചെത്താൻ വേണ്ടി അല്പം ലേറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും നന്മ ആഗ്രഹിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ വേദന കാണാൻ ആഗ്രഹിക്കാത്തവരാണ്. പക്ഷേ ഒരു ന്യൂനപക്ഷം ആളുകളുണ്ട്. ആ ന്യൂനപക്ഷം ആളുകൾ മറ്റുള്ളവരുടെ വേദന കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, മറ്റുള്ളവരെ നിരന്തരമായിട്ട് ദ്രോഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, മറ്റുള്ളവരെ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. കഷ്ടകാലത്തിന് അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം എന്നതാണ് ഖേദകരം. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ, ആ മതവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസ ആചാരങ്ങളുമായി കൊണ്ട് ജീവിക്കുന്നതിന് ആരും തടസ്സമില്ല. അവർ ഇഷ്ടമുള്ളവർ അവരുടെ മതവിശ്വാസമായിക്കൊണ്ട് പോകുന്നു, ഇഷ്ടമില്ലാത്തവർ മതവിശ്വാസം ഇല്ലാത്തവർ അതനുസരിച്ച് പോകുന്നു. അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യമുള്ള മണ്ണായിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. മദ്രസ ബുൾഡോസറുമായി എത്തി പൊളിച്ചു നീക്കി. ഉത്തരാഖണ്ഡിൽ വൻ സംഘർഷം. അഥവാ മദ്രസ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകൾ അവരുടെ വിശ്വാസ ആചാരങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ് മദ്രസ എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇടമല്ലല്ലോ. ഇന്നേ വരെ ദ്രോഹിച്ച ചരിത്രം നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള അക്രമകാരികൾ കടന്നു കയറുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ന്യൂനപക്ഷം ആളുകളുണ്ടല്ലോ, ആ ന്യൂനപക്ഷം അക്രമകാരികളായ ആളുകൾ മറ്റുള്ളവരുടെ വേദന കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, UP-യിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കാശിയും മധുരയുമായിരിക്കും. അഥവാ കാശിയിലും മധുരയിലുമുള്ള മസ്ജിദുകൾ ഞങ്ങൾ പൊളിച്ചു നീക്കി അവിടെ അമ്പലങ്ങൾ പണിയുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മഹാരാജ്യമാണ്. ഒരു അമ്പലം പണിയണമെങ്കിൽ അതിനു മാത്രമുള്ള അത്രയും സ്പേസ് ഉള്ള ഒരു മണ്ണാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്തിനാണ് മറ്റുള്ളവരുടെ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് ഇവിടെ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പണിയുന്ന ഇത്തരം അമ്പലങ്ങളിലുള്ള പ്രാർത്ഥന ഏത് ദൈവമാണ് കേൾക്കുന്നത്? ഇവിടുത്തെ BJP-യും സംഘപരിവാറും വർഗീയതയെപ്പറ്റിയും അല്ലെങ്കിൽ മതത്തെപ്പറ്റിയും പറയുന്നതിനപ്പുറം ഈ രാജ്യത്തിൻ്റെ പുരോഗതിയെപ്പറ്റി പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ യോഗി ആദിത്യനാഥ് പ്രഖ്യാപിക്കുന്നത് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കാശിയും മധുരയുമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് പകരം ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇന്ന വികസനമാണ്, ഇന്ന പുരോഗതിയാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, 2022-2023 കാലഘട്ടത്തിൽ ITR ഫയൽ ചെയ്തിട്ടുള്ളത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ 2.15% ആളുകൾ മാത്രമാണ്. അഥവാ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും അത്രമാത്രം എക്കോണമിക്കലി ഫിനാൻഷ്യലി അത്രയും ഡൗൺ ആയിട്ടുള്ള ആളുകളാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. ആ മനുഷ്യന്മാരുടെ പുരോഗതിയിലേക്ക് പിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, ആ മനുഷ്യന്മാരെ ഒന്ന് കൈ പിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ഇവർ പ്രഖ്യാപിക്കുന്നുണ്ടോ? നമുക്കറിയാമല്ലോ, പുരോഗതി എന്ന് പറഞ്ഞുകൊണ്ട് BJP സർക്കാർ നമ്മുടെ മുന്നിലേക്ക് കാണിക്കുന്നത് വലിയ റോഡുകളാണ്. പക്ഷേ ആ റോഡുകളിൽ നിങ്ങൾക്ക് പണം നൽകാതെ അതെല്ലാം ചുങ്കപ്പാതകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതല്ലല്ലോ വികസനം. അത് വികസനമാണ്, റോഡുകൾ വരുന്നത് വികസനമാണ് തീർച്ചയായിട്ടും. പക്ഷേ പണം കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള റോഡുകളാണോ ഇവിടുത്തെ പൗരന്മാരുടെ വികസനമായിക്കൊണ്ട് കാണുന്നത്? അതല്ലല്ലോ. ഇവിടുത്തെ പൗരന്മാരുടെ പോക്കറ്റുകളിലേക്ക് ഇവിടുത്തെ ഓരോ പൗരന്മാരും സാമ്പത്തികമായി ഉന്നതിയിലാകുക എന്നതാണ് ഇവിടുത്തെ വികസനം. ആ വികസനങ്ങളെയെല്ലാം മറക്കുന്നതിന് വേണ്ടിയിട്ട്, അഥവാ എൻ്റെ പോക്കറ്റിൽ പണമില്ല എന്നത് ഞാൻ മറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമാണ് വർഗീയത എന്ന് പറയുന്നത്. നിങ്ങളുടെ ശത്രുവാണ് മുസ്ലിം, നിങ്ങളുടെ ശത്രുവാണ് അവൻ, നിങ്ങൾ ആക്രമിക്കേണ്ടത് അവനെയാണ്, നിങ്ങൾ എപ്പോഴും ശത്രുത വെച്ച് പുലർത്തേണ്ടത് അവനിക്കെതിരെയാണ്. നിങ്ങളുടെ പോക്കറ്റിൽ പണമില്ല എന്നത് നിങ്ങൾ മറന്നു കളയുക, നിങ്ങളുടെ വീട്ടിൽ അരിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ മറന്നു കളയുക, നിങ്ങൾ പതിയെ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നിങ്ങൾ മറന്നു കളയുക. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് നിങ്ങളുടെ ശത്രുവായ ആ മുസ്ലിമിനെയാണ്, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ആ അമ്പലത്തെ പറ്റിയാണ്, ആ പൊളിക്കേണ്ടതായ ആ
പള്ളിയെ പറ്റിയാണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്നാണ് നമ്മുടെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്തൊരു രാജ്യമാണിത്? പ്രിയമുള്ള ഉത്ബുദ്ധരായ ജനങ്ങളെ, നിങ്ങളിത് ചിന്തിച്ചില്ല എങ്കിൽ, നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വലിയ അപകടമാണ് കേട്ടോ. നമ്മുടെ രാജ്യമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും സ്നേഹവും സൗന്ദര്യമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കെട്ടുറപ്പോടുകൂടി ഒരുമിച്ച് പോയില്ല എങ്കിൽ അത് വലിയ അപകടമാണ് വരുത്തുന്നത്. കാരണം നമുക്കിവിടെ ജീവിച്ചേ പറ്റൂ, നമുക്ക് ഈ മണ്ണിൽ ലയിച്ച് ചേർന്നേ പറ്റൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.